ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദശകം 26 ഗജേന്ദ്രമോക്ഷം. 2 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് 3-4 ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ശ്ലോകങ്ങൾ പഠിക്കാം, എന്നിട്ട് കഥ കുറച്ചും കൂടി പറയാനുമുണ്ട്. അപ്പം നോക്കാം നമുക്ക് 3-4 ശ്ലോകങ്ങൾ. അഥ ശ്രീമന്നാരായണീയെ ദശകം 26 ഗജേന്ദ്രമോക്ഷം. ശ്ലോകം 3-4. മൂന്നാമത്തെ ശ്ലോകം. ദുഗ്ധാംബോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രനോൽകർഷലാഭഃ. വാക്കുകൾ നോക്കാം. ദുഗ്ധ അംബോധേർ, അംബോധേഹേ, അംബുധി ആണ് അംബോധേഹേ. മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥഭഃ അയം യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂൻ അതിവർത്തിഷ്ട ജന്തൂനത്യവർത്തിഷ്ട ശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര ന ഉൽക്കർഷലാഭഃ. ഇനി ഒന്ന് വായിച്ചിട്ട് വാക്കുകളുടെ അർത്ഥം നോക്കാം. ദുഗ്ധാംബോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഃ സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രനോൽകർഷലാഭഃ. ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാല്, അംബുധി അമ്പസ് വെള്ളം, അംബുധി എന്ന് പറഞ്ഞാൽ കടൽ, സാഗരം. അപ്പോൾ ദുഗ്ധാംബോധി എന്ന് പറഞ്ഞാൽ പാൽക്കടൽ, ക്ഷീരസാഗരം. പാൽക്കടലിൽ മധ്യഭാഗത്ത് ഒരു ദ്വീപാണ്. അവിടെ മധ്യഭാഗത്ത് ത്രികൂടേ 3 കൂടങ്ങൾ ആയിട്ടുള്ള ശൈലം, 3 കൂടങ്ങളായിട്ടുള്ള ശൈലം, പർവ്വതത്തിൽ യൂഥഭ അയം, യൂഥപൻ എന്ന് പറഞ്ഞാൽ സമൂഹം. അയം എന്ന് പറഞ്ഞാൽ ആ രാജാവ്, ആ ഇന്ദ്രദ്യുമ്നൻ അല്ലെ ആ ഹസ്തീന്ദ്രൻ അല്ലെ. ഹസ്തീന്ദ്രത്വം ത്വസ്മൃതി വ്യക്തി തന്നെ ഒന്ന് പഠിച്ചു നേരത്തെ. ഹസ്തീന്ദ്രനായി തീർന്നു എന്ന് പറഞ്ഞാൽ ആനയായി തീർന്നു ആ ഗജേന്ദ്രൻ. അതാണ് അയം എന്ന് പറഞ്ഞത്. ഈ എന്നർത്ഥം. വശാഭിഹി, വശം എന്ന് പറഞ്ഞാൽ ഇവിടെ വശം പിടിയാനകളെയാണ് വശാഭിഹി എന്ന് പറയുന്നത്, വശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ 3 കൂടങ്ങൾ ഉള്ള മലയാചലത്തിൽ, അതിനെ ആകെ പറയാ ത്രികൂടാചലം എന്ന് പറഞ്ഞാൽ മലയപർവ്വതത്തിൽ എന്താണ് അത് ശ്രീലങ്ക എന്ന
സ്ഥലം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ്, ഒരു ദ്വീപുണ്ട്, ആ ദ്വീപിലാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞത്. അത് എവിടെയായിരിക്കും? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് ശ്രീലങ്കയാണ്. ആ സ്ഥലത്ത് പാൽക്കടലിൽ മധ്യഭാഗത്ത് 3 കൂടങ്ങളോടുകൂടി, 3 കൂടം, ത്രികൂടം എന്ന് പറയുന്നത് ഒന്ന് കറുത്തത്, ഒന്ന് വെളുത്തത്, ഒന്ന് ചുവപ്പ്, ആ 3 നിറങ്ങൾ. അതിനെ നമ്മൾക്ക് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നെടുക്കാം. വെളുത്തത് സത്വഗുണമുള്ളത്, ചുവന്നത് രജോ ഗുണമുള്ളത്, തമോ ഗുണം എന്ന് പറഞ്ഞാൽ കറുത്തത്. ഇനി അതിനെ വേറൊരു തരത്തിലെടുക്കാം. ആദ്യത്തെ വെളുത്തത് വെള്ളി, അല്ല, വെളുത്തത് സ്വർണം. വെളുത്തുവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതല്ല, അത് സ്വർണം, വെള്ളി, ഇരുമ്പ്. ഇനി രജെന്ന് പറഞ്ഞാൽ വെള്ളി എന്ന് അർത്ഥമുണ്ട്. അപ്പം സ്വർണം, വെള്ളി, ഇരുമ്പ്, തമസ് ഇരുട്ടാണ്. അപ്പോൾ ഇരുമ്പ്. അപ്പോൾ ആ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്ന് എടുത്താൽ മതി. ആ 3 ഇത് വെളുത്തത്, കറുത്തത്, ചുവന്നത് ആണ് ആ പർവ്വതത്തിൻ്റെ കളറ്, ത്രികൂടാചലം. ക്രീഡൻ ശൈലേ, ക്രീഡൻ എന്ന് പറഞ്ഞാൽ കളിക്കുക, ശൈലം പർവ്വതം, യൂഥഭ യൂഥവൻ സമൂഹം, അയം ഈ വശാഭിഹി പിടിയാനകളോടുകൂടി, സർവാൻ ജന്തൂൻ എല്ലാ ജന്തുക്കളെയും, അതിവർത്തിഷ്ഠ വർദ്ധിച്ച ശക്തിയ, അതിവർത്തിഷ്ഠ ശക്തിയ വർദ്ധിച്ച ശക്തിയോടുകൂടി, ത്വൽഭക്താനാം അതായത് വർദ്ധിച്ച ശക്തിയോടുകൂടി എല്ലാ ആനകളുടെയും രാജാവായി, നാഥനായി, തൻ്റെ കൂടെ പിടിയാനകളുമൊക്കെ ആയി, ഭാര്യമാരൊക്കെ ആയിരിക്കാം, അങ്ങനെ പിടിയാനകളോടുകൂടി ഈ പാൽക്കടലിൽ ക്ഷീരസാഗരത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ എല്ലാ ജന്തുക്കളുടെയും നാഥനായിട്ട്, ശക്തിയിലും ബലത്തിലും എല്ലാത്തിലും ശക്തിയോട് കൂടിയവനായിട്ട്, ഗജേന്ദ്രനായി എന്നറിയാം, എല്ലാവരുടെയും മുകളിലുള്ളവനായി, രാജാവായി അല്ലെ നാഥനായി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഉത്കർഷലാഭം, ഉത്കർഷലാഭം അതായത് ഉത്കൃഷ്ടലാഭനായി അവൻ. ത്വൽഭക്താനാങ്കുത്ര, അപ്പം അങ്ങയുടെ ഭക്തന്മാരെ ഏത് യോനിയിൽ പിറന്നാലും, ആനയുടെ യോനിയിൽ പിറക്കട്ടെ എന്നാണ് ശപിച്ചത് അഗസ്ത്യ മഹർഷി. ആനയുടെ യോനിയിൽ പിറന്നിട്ടും ആ ഗജേന്ദ്രന് ഉത്കർഷലാഭമുണ്ടായി. ഉത്കർഷലാഭം എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടിയില്ലേ. അപ്പം സാധു മൃഗങ്ങളെയൊക്കെ രക്ഷിക്കുകയും വന്യമൃഗങ്ങളെ ഒക്കെ ശാസിച്ച് അവരുടെയൊക്കെ നാഥനായിട്ടും വിലസുകയായിരുന്നു ഈ ഗജേന്ദ്രൻ ആ മലയാചലത്തിൽ, ആ ത്രികൂടാചലത്തിൽ എന്ന് അർത്ഥം. എന്നിട്ട് ഒരു സംശയം ചോദിക്കുകയാണ്. അങ്ങയുടെ ഭക്തൻ ആയിരുന്നല്ലോ ഗജേന്ദ്രൻ, അവന് മോക്ഷവും കൊടുത്തില്ലേ, അതുപോലെ അങ്ങയുടെ ഭക്തന്, ഏത് ഭക്തന് എവിടെയാണ് ഉത്കർഷലാഭം ഉണ്ടാകാതിരിക്കുന്നത്? അതായത് ഉത്കർഷവും വർദ്ധിച്ച ലാഭമുണ്ടാകും എന്നർത്ഥം. ഭഗവാന്റെ ഭക്തന്മാർ ഏത് യോനിയിൽ എവിടെ എങ്ങനെ ജനിച്ചാലും അവർക്ക് ലാഭമേ ഉണ്ടാകൂ എന്ന് അർത്ഥം. ദുക്താംബോധേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഹി സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്തിയ ത്വൽഭക്താനാം കുത്രനോത്കർഷലാഭഃ. കുത്ര എന്ന് ചോദിച്ചാൽ എവിടെ? ഉത്കർഷലാഭം, ഉത്കർഷലാഭം ഉണ്ടാകുകയില്ല എന്ന്. ആശ്ചര്യം. അതുപോലെ തന്നെ
അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടെ വായിച്ച അർത്ഥം നോക്കാം. ദുക്താംബോധേർ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യുതപോയം വശാഭിഹി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്തിയ ത്വൽഭക്താനാം കുത്രനോത്കർഷലാഭക. പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടം എന്ന പർവ്വതത്തിൽ ഗജേന്ദ്രൻ പിടിയാനകളോടൊത്ത് ലീലാലോലുപനായി സകല ഗജങ്ങളിലും വെച്ച് ശ്രേഷ്ഠനായി സകല ജന്തുക്കളെക്കാൾ ബലവാനായി സർവ ഉത്കൃഷ്ടനായി വസിച്ചു. അങ്ങയുടെ ഭക്തന്മാർ ഏത് യോനിയിൽ ജനിച്ചാലും അവർക്ക് അവർ ശ്രേഷ്ഠന്മാരായിരിക്കും, ഉത്കൃഷ്ടം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ്. അടുത്ത ശ്ലോകത്തിൽ സ്വേനസ്ഥേംന ദിവ്യദേശത്വശക്തിയ സ്വയം ഖേദാൻ അപ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്ത സരസ്യാം യൂഥൈ സാർത്ഥം ത്വൽപ്രണുന്നോഭിരേമേ. സ്വേന സ്ഥേംന ദിവ്യദേശത്വശക്തിയ സഹ അയം സ്വയം ഖേദാൻ അപ്രജാനൻ ഖേദാനപ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമ്മതാന്തസരസ്യാം യൂഥൈ സാർത്ഥം ത്വത്പ്രണുന്നഃ അഭിരേമേ ത്വത്പ്രണുന്നോഭിരേമേ എന്ന്. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. സ്വേന തൻ്റെ, സ്ഥേംന എന്ന് പറഞ്ഞാൽ വലിയ, ദിവ്യദേശത്വം ദിവ്യമായ ദേശത്തിൻ്റെ മഹത്തായ ദേശശക്തി കൊണ്ട്, തൻ്റെ ശക്തി കൊണ്ടും ദിവ്യമായ ദേശത്തിൻ്റെ ശക്തി കൊണ്ടും ശക്തിയാ സഹായം അവൻ ഖേദാൻ അപ്രജാനൻ, അതായത് ഒന്നും അറിയാതെ കഥാചിത് ഒരിക്കൽ ശൈലപ്രാന്തയെ, ശൈലം പർവ്വതം, പ്രാന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴ്വാരം, പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് അല്ലെങ്കിൽ ചുറ്റുപാട് എന്നൊക്കെ എടുക്കാം. ഘർമ്മതാന്ത സരസ്യ, ഘർമ്മ എന്ന് പറഞ്ഞ ചൂട്, താപം, ഉഷ്ണം എന്നൊക്കെ പറയാം. ഇവിടെ വേനൽക്കാലത്ത് ചൂട് കൊണ്ട് താന്തനായി എന്ന് പറഞ്ഞാൽ തളർന്നവനായിട്ട്. അപ്പം ചൂട് കൊണ്ട് തളർന്നവനായി സരസ് എന്ന് പറഞ്ഞാൽ തടാകം, ആ തടാകത്തിൽ യൂഥൈ സാർത്ഥം, യൂഥം ആനയുടെ സമൂഹം, ആ സമൂഹത്തോടു കൂടെ, അതാണ് സാർത്ഥം കൂടെ, ത്വത്പ്രണുന്നഃ അങ്ങയാൽ പ്രേരിതനായിട്ട്, പ്രണുന്നഃ അഭിരേമേ അങ്ങയാൽ പ്രേരിതനായിട്ട് രമിച്ചു വാണു. അപ്പം അവിടെ വിലസി എന്നർത്ഥം കുറേ കാലം. സ്വേന സ്ഥേംന ദിവ്യദേശത്വശക്തിയ, തൻ്റെ വലിപ്പവും ദിവ്യദേശത്തിൻ്റെ ശക്തിയും കൊണ്ട് അവൻ ഖേദാൻ എന്ന് പറഞ്ഞാൽ ഖേദങ്ങൾ, ദുഃഖങ്ങളൊന്നുമില്ലാതെ, അപ്രജാനൻ ജാനൻ എന്ന് പറഞ്ഞാൽ അറിയുക, അപ്രജാനൻ ഒന്നും അറിയാതെ, കഥാചിത് ഒരിക്കൽ ശൈലപ്രാന്ത ആ പർവ്വത താഴ്വാരത്ത് ചൂട് കൊണ്ട് തളർന്നവനായി, ഘർമ്മം ചൂട്, താന്തം തളർന്നവൻ, ക്ഷീണിച്ചവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. സരസ് തടാകം, ആ തടാകത്തിൽ യൂഥൈ സാർത്ഥം ആനകളുടെ സമൂഹത്തോടു കൂടെ അങ്ങയാൽ പ്രേരിതനായിട്ട്, ത്വൽപ്രണുന്നഃ അങ്ങയാൽ പ്രേരിതനായിട്ട് അഭിരേമേ രമിച്ചു. ഇനി അതിൻ്റെ ഇതായിട്ട് മറ്റൊരു ജന്തുവിനും സാധാരണ അതാണ്. സ്വേന സ്ഥേംന ദിവ്യദേശത്വശക്തിയ സ്വയം
ഖേദാന പ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമ്മദാന്തസരസ്യാം യൂഥൈസാർത്ഥം ത്വൽപ്രണുന്നോ വിരേമേ. മറ്റൊരു ജന്തുവിനും സാധാരണ അല്ലാത്ത ബലം കൊണ്ടും, ആനയ്ക്ക് നല്ല ബലമുണ്ട്, ബലം കൊണ്ടും ദിവ്യദേശത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടും ആ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടും തന്നേക്കാൾ ബലം കൂടിയ സത്വങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെ ഗജേന്ദ്രൻ അറിഞ്ഞിരുന്നില്ല. അപ്പം ഏറ്റവും വലിയതും ഇതായിട്ടുള്ള മൃഗം ആ ഗജേന്ദ്രനായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. ഭവൽ പ്രേരണയാൽ ഒരിക്കൽ ഗ്രീഷ്മകാലം വേനൽക്കാലത്തെ വെയിൽ കൊണ്ട് തളർന്ന ഗജേന്ദ്രൻ ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഋതുമത്ത് എന്ന് പറയുന്ന ഒരു ഉദ്യാനം എന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ അതിലൊരു തടാകം ഉണ്ടായിരുന്നു, ഒരു സരസ്സുണ്ടായിരുന്നു. അതിൽ കൂട്ടുകാരായ ഗജസമൂഹത്തോടുകൂടി ഇറങ്ങി കളിച്ചു, അല്ലെങ്കിൽ കളിച്ചു എന്നാണ് ക്രീഡൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കളിച്ചു എന്ന് കഥ. അപ്പം നമ്മളുടെ ഈ 2 ശ്ലോകം നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ഭാഗവതത്തിൽ ഇന്ദ്രദ്യുപ്നൻ്റെ ആ ഗജേന്ദ്രനായതിന് ശേഷം പൂർവജന്മത്തെ ആണ് പറഞ്ഞതെന്ന്. ഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധത്തിൽ 2, 3, 4 അധ്യായങ്ങളെ കൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം പറഞ്ഞിരിക്കുന്നത്. മേൽപ്പത്തൂർജി ഇവിടെ 2 ശ്ലോകം കൊണ്ട് 2ാമത്തെ അധ്യായത്തിലെ ഇത് മുഴുവൻ പറഞ്ഞു. 3ാമത്തെ ശ്ലോകം കൊണ്ട് ഈ 3ാമത്തെ ശ്ലോകം, അതായത് മേൽപ്പത്തൂർജി ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ, വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്ക് കുറച്ചൊന്ന് ആചാര്യന്മാരെ എങ്ങനെ സന്തോഷിപ്പിക്കണം, ആചാര്യ മര്യാദ എന്താണ്, നമ്മൾ കുറച്ചൊന്നറിയാൻ വേണ്ടിയും ഈ ആനയായത് ഗജേന്ദ്രൻ ഗജമായിട്ട് ആനയായിട്ട് ഇന്ദ്രദ്യുപ്നനായത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഭാഗവതത്തിലെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ഭാഗവതത്തിൽ എന്താ പറയുന്നതെന്ന്. അതായത് 8ാമത്തെ സ്കന്ധത്തിൽ 4ാമത്തെ അധ്യായത്തിലാണ് 7ാമത്തെ ശ്ലോകം മുതൽ 7, 8, 9, 10 വരെയുള്ള 10, 11 വരെയുള്ള ശ്ലോകം അത്രയും നമ്മൾ നോക്കുന്നുള്ളൂ. ഉണ്ട് കുറേ, പക്ഷേ നമ്മൾ അത്രയും കൊണ്ട് ഏകദേശം നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ 7ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. സവൈ പൂർവം അഭൂരാജ പാണ്ഡ്യോ ദ്രവിഡ സത്തമഃ ഇന്ദ്രദ്യുപ്ന ഇതി ഖ്യാതോ വിഷ്ണുവ്രതപരായണ. സവൈ പൂർവം അഭൂരാജ പാണ്ഡ്യോ ദ്രവിഡ സത്തമഃ. ദ്രവിഡദേശം തമിഴ്നാട് അല്ലെങ്കിൽ വിന്ധ്യദേശം എന്നൊക്കെ പറയും. ആ ദേശത്തെ പാണ്ഡ്യൻ എന്ന പാണ്ഡ്യദേശത്തെ ദ്രവിഡ രാജാവ് എന്നെടുക്കണം. പാണ്ഡ്യദേശത്തിൽ ദ്രവിഡ രണ്ടും ശരിയാ, ദ്രവിഡ ദേശമായാലും ശരിയാ, പാണ്ഡ്യദേശമായാലും ശരിയാ, അവിടുത്തെ ഇന്ദ്രദ്യുപ്നൻ എന്ന് പേരോടുകൂടിയ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് വിഷ്ണു ഭക്തനായിരുന്നു. അത്രയും നമ്മൾ ഇപ്പം എന്തിനാണ് ആ ശപിച്ചത്, ആരാണ് ആ ശപിക്കപ്പെട്ടവൻ ആരാണെന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ദേവലൻ എന്ന മുനി ശപിച്ച ആ മുതല അവിടെ ഉണ്ടായിരുന്നു. ഹൂ എന്ന് പേരുള്ള ആ മുതലയാണ്, ഒരു ഗന്ധർവനായിരുന്നു. അദ്ദേഹമാണ് മുതലയായിട്ട് വന്നതെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ശാപത്തെ പറ്റിയാണ് നമ്മൾ ഇച്ചിരി ഈ ഭാഗവതത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കുക. അപ്പം പറഞ്ഞു ഇന്ദ്രദ്യുപ്നൻ എന്തായി വിഷ്ണു ഭക്തനായിരുന്നു എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ സ ഏകദ ആരാധനകാലെ ആത്മവാൻ സഹ അവൻ ഏകദ ഒരിക്കൽ ആരാധനകാലെ ആരാധിക്കാനായിക്കൊണ്ട് ആരെ ഈശ്വരനായ ഹരിയെ ആരാധിക്കാനായിക്കൊണ്ട് ഗ്രഹീതം മൗനവ്രതം ആചരിച്ച് ജഡാധര സ്ഥാവസ ആപ്ലുതോ അച്യുതം. അപ്പോൾ ആ ഭഗവാനെ ഭജിക്കാനായിക്കൊണ്ട് ജടയൊക്കെ വളർത്തി തപസ് ചെയ്ത് ദുഃഖിതനായി
ഇങ്ങനെ ആ മലയാ പർവ്വതത്തിൽ ഒരാശ്രമമൊക്കെ ഉണ്ടാക്കി. സമർച്ചയാമാസ കുലാചലാശ്രമ, ഒരു ആശ്രമം ഉണ്ടാക്കി. ആശ്രമത്തിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അല്ലെങ്കിൽ സേവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ദക്ഷിണേന്ത്യയിലാണ് ആ സ്ഥലം, മലയാചല പർവ്വ ആ ആശ്രമമുള്ള. അപ്പോൾ അവിടെ ചെയ്യായിരുന്നു. എന്താണ് അപ്പോൾ എതിർച്ഛയാ തത്ര മഹായശാമുനി സമാഗമ ശിഷ്യഗണൈ പരിസൃത. എതിർച്ഛയാ യാദൃച്ഛികമായി തത്ര അവിടെ മഹായശാമുനി മഹാനായ അല്ലെങ്കിൽ മഹാകീർത്തിയോടുകൂടിയ വലിയ കീർത്തിയോടുകൂടിയ അഗസ്ത്യമുനി അവിടെ ആഗമിച്ചു. ആഗമത് ശിഷ്യഗണൈ പരിസൃത, ശിഷ്യഗണങ്ങളോടുകൂടി സേവിതനായിട്ട്. തം വീക്ഷ്യ തൂഷ്ണീം അകൃത അർഹണാധികം. തൂഷ്ണീം അദ്ദേഹത്തെ കണ്ടിട്ട് അകൃത എന്ന് പറഞ്ഞാൽ ചെയ്തില്ല. എന്ത്? അർഹണാധികം. അർഹണം എന്ന് പറഞ്ഞാൽ പൂജകൾ. അതായത് ഒരു അതിഥി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പൂജാ മര്യാദകളുണ്ട്, അവരെ സ്വീകരിക്കേണ്ട മര്യാദകൾ. നമ്മൾ എഴുന്നേറ്റ് ചെന്ന് അവരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് കാല് കഴുകി ഇരിപ്പിടം കൊടുത്ത് അവർക്ക് വേണ്ട സേവയൊക്കെ ചെയ്തു കൊടുക്കണം. അത് ആതിഥ്യ മര്യാദയാണ്. അപ്പോൾ ആ ആതിഥ്യ മര്യാദകളൊന്നും ഈ രാജാവ് ചെയ്തില്ല. എന്തുകൊണ്ട്? അദ്ദേഹം മൗനവ്രതത്തിൽ ഇങ്ങനെ ഏകാഗ്രമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം അഗസ്ത്യമുനി വന്നത് കണ്ടില്ല, അവഗണിച്ചു. തസ്മാ ഇമം ശാപമദാദസാധു അയം ദുരാത്മാ കൃതബുദ്ധിരദ്യ വിപ്രാം അവമന്ത വിശദാൻ തമോന്തം യഥാ ഗജസ്തബ്ധമതിസയേവ. ഇവിടെ ഇങ്ങനെയാണ് ശാപം കിട്ടിയത്. എന്താണ്? തസ്മാത്, അതുകൊണ്ട്, ഇമം ഈ, അതുകൊണ്ടെന്ന് പറഞ്ഞാൽ തസ്മൈ എന്നെടുക്കണം. എന്നിട്ട് ഇമം ഈ ശാപമദാദസാധു, അതായത് ഇവിടെ എന്താണ്? ഇവൻ്റെ അഹങ്കാരം കൊണ്ട് അയം ആ ദുരാത്മാവ്, ഇവൻ അഹങ്കാരിയാണ്, ദുരാത്മാവാണ്, അകൃതബുദ്ധി. അകൃതബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പാകതയില്ലാത്ത ബുദ്ധിയോടുകൂടിയവൻ. അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, വിപ്രാവ് അവമന്ത, വിപ്രന്മാരെ ഒട്ട് മാനിച്ചില്ല. അതായത് ബ്രാഹ്മണ വിരോധിയായി തീർന്നു, ബ്രാഹ്മണന്മാരെ വിരോധിച്ചു. വിശദാം തമോ അന്ധം, തമസാൽ അന്ധനായി തീർന്നു. യഥാ ഗജസ്തപ്തമതി സയേവ. അപ്പോൾ നീ സ്തപ്തനായിട്ട് അവിടെ ഇരുന്നത് കൊണ്ട് നീ ആനയായി പോകട്ടെ, ആനയുടെ യോനിയിൽ ജനിക്കട്ടെ എന്ന്. അതായത് സ്തംഭിച്ച ബുദ്ധിയുള്ള ഇവൻ ആനയായി തീരട്ടെ എന്ന് ശപിച്ചു എന്നാ പറഞ്ഞ്. അപ്പം തമസ്സുകൊണ്ട് അന്ധനായി തീർന്നവനും അകൃതബുദ്ധി, പാകതയില്ലാത്ത ബുദ്ധിയോടുകൂടിയവനും വിപ്രന്മാരെ, ബ്രാഹ്മണന്മാരെ അപമാനിക്കുക, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെ വിരോധി എന്ന് പറഞ്ഞാൽ വിപ്രാം അവമന്ത എന്ന് പറഞ്ഞാൽ വിരോധിക്കുക എന്നാണ്. അവരെ മാനിച്ചില്ല. അതുകൊണ്ടും ദുരാത്മാവും പിന്നെ സാധുക്കളെ അഹങ്കാരി, പ്രൈഡ്, അതാണ് അകൃതബുദ്ധി. ദുരാത്മാവും അകൃതബുദ്ധിയും അഹങ്കാരിയുമായ ആ രാജാവിനെ അഗസ്ത്യ മഹർഷി ശപിച്ചു എന്ന് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞു. ഇനി ഏവം ശപ്ത്വ, ഇപ്രകാരം ശപിച്ചിട്ട്, ഗതോ അഗസ്ത്യോ ഭഗവാൻ നൃപ സാനുഗ. അപ്പം ഈ ശപിച്ചിട്ട് അഗസ്ത്യ ഭഗവാൻ പോയി. ഇന്ദ്രദ്യുപ്നാണെങ്കിൽ രാജർഷിർദിഷ്ടം തതുപധാരേൻ, എന്ത് ശപിച്ചോ അതായി തീരുകയും ചെയ്തു. ഇതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ടോ ആപന്ന കൗഞ്ചരിയും, കുഞ്ചരി എന്ന് പറഞ്ഞാൽ ആനയാണ്. എന്നിട്ടോ
ആനയുടെ യോനി ആത്മസ്മൃതി വിനാശിനി. അപ്പം ആനയുടെ യോനിയിൽ ചെന്ന് ജനിച്ചു അല്ലേ. കുഞ്ചരാനനം, കുഞ്ചരനായ ആനയുടെ യോനിയിൽ ജപിക്കുകയും ചെയ്തു, അത് ആയിത്തീരുകയും ചെയ്തു. ഹരി അർച്ചനാനുഭാവേന യത് ഗജത്വേപ്യ അനുസ്മൃതി. അപ്പം പണ്ട് ഭഗവാനെ സ്തുതിക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട്, അതിൻ്റെ സുഹൃതം കൊണ്ട് ഹരി അർച്ചനാനുഭാവേന ആ സ്മൃതി ഉണ്ടായി, അനുസ്മൃതി ഉണ്ടായി ഗജേന്ദ്രന്. അപ്പോഴാണ് ഗജേന്ദ്രൻ എന്ത് ചെയ്തത്? ഏവം വിമോക്ഷ്യ ഗജയൂതവം അപ്ചനാഭ തേനാവിഭാഷത ഗതീംഗമിതേന യുക്ത ഗന്ധർവസിദ്ധ വിഭുതൈരുപഗീയമാനം കർമാത്ഭുതം സ്വഭവനം ഗരുഡാസനോഗാത് ഏതന്മഹാരാജ തവേരിതോ മയാ കൃഷ്ണാനുഭാവോ ഗജരാജമോക്ഷണം സ്വർഗ്യം യശസ്യം കലികൽമഷാപകം ദുസ്വപ്നനാശം ഗുരുവര്യ ശൃണ്വതാം. അതായത് പാപക്ഷയങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഭഗവാനെ ഭഗവാൻ ഗരുഡസമേതനായി അവിടെ ചെന്നു ആ മുതലയിൽ നിന്ന് രക്ഷിച്ചു ഗജേന്ദ്രനെ. അതാണ് ഇത് വായിച്ചത്. ഇതിനകത്തൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടോ മഹാന്മാരായ ആൾക്കാർ വരുമ്പോൾ, പ്രത്യേകിച്ച് അതിഥികളായിട്ട് ആര് വന്നാലും, എന്തുകൊണ്ട് അവർ മഹാന്മാരാണ് അത് നോക്കണ്ട. സദ്വ്യക്തികൾ, നല്ല ജനങ്ങൾ ആര് വന്നാലും നമ്മൾ അവരെ എഴുന്നേറ്റ് പോയി ചെന്ന് ആതിഥ്യ മര്യാദകൾ ചെയ്യണം, എഴുന്നേറ്റ് ചെന്ന് സ്വീകരിക്കണം. ഇനി നമ്മൾ എഴുന്നേറ്റ് പോയി, നമ്മുടെ ഈ ശരീരം എഴുന്നേറ്റ് പോയില്ലെങ്കിലും നമ്മളുടെ ഉള്ളിൽ 5 പ്രാണനുണ്ട് അല്ലേ, പഞ്ചപ്രാണങ്ങളുണ്ട്. ആ പ്രാണൻ നമ്മുടെ ശരീരം വിട്ടു പോയി അവരെ എതിരേൽക്കാനായിട്ട് പോകും. അപ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് മാറി നിന്നാൽ എന്തുണ്ടാവും? നമുക്ക് ആയുസ് കുറയും. അതാണ് നമ്മൾ പോയി വലിയവരെ നമസ്കരിക്കുമ്പോൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ആ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മൂർത്താവിൽ കൂടെ പുറത്തു പോകാൻ നിൽക്കുന്ന ആ പ്രാണൻ ഉദാനൻ എന്ന പ്രാണൻ താഴോട്ടമുങ്ങും. അപ്പം നമ്മുടെ ആയുസ് കൂടും. നമ്മുടെ ആയുസ്സിന് കുറവ് വരാതിരിക്കാനാണ് വലിയ മഹാത്മാക്കൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന. മഹാത്മാക്കൾ എന്തുകൊണ്ടും ആകാം. ഒരു കൊച്ചുകുട്ടി നമ്മളെ കഴിഞ്ഞും വലിയവനാണ്, എന്തെങ്കിലും ഗുണം അവനിൽ കൂടുതലുണ്ട്, അറിവുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രഹ്ലാദൻ്റെ മുമ്പിൽ ഭഗവാൻ എങ്ങനെയാണ് പെരുമാറിയ അതേപോലെ. അപ്പോൾ പ്രഹ്ലാദനെ തന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോഴല്ലേ പ്രഹ്ലാദന് ജ്ഞാനോദയം ഉണ്ടായ അതുപോലെ. അപ്പം മഹാന്മാരെ നമ്മൾ ആതിഥ്യ മര്യാദ നമ്മൾ പാലിക്കണം എന്നാണ് ഈ കഥയുടെ സാരം. ഇനി ആ 2 ശ്ലോകം ഒന്നും കൂടെ വായിച്ച് നമുക്ക് കഥയൊന്നുകൂടെ പറഞ്ഞ് നിർത്താം. ദുഗ്ധാംബോധേർ മധ്യവാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂതപോയം വശാഭിഹി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭഃ സ്വേന സ്ഥേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദാനപ്രജാനൻ കദാചിത് ശൈലപ്രാന്തേ ഘർമ്മദാന്തസരസ്യാം യൂഥൈസാർത്ഥം ത്വൽപ്രണുന്നോഭിരേമേ. അതായത് പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടം എന്ന പർവ്വതത്തിൽ ഗജേന്ദ്രൻ പിടിയാനകളോടൊത്ത് ലീലാലോലുപനായി വസിക്കായിരുന്നു. അപ്പം സകല ഗജങ്ങളിലും വെച്ച് ശ്രേഷ്ഠനായി, വലിയവനായും സകല ജന്തുക്കളെക്കാൾ കൂടുതൽ ബലവാനായും സർവോത്കൃഷ്ടനായി വസിച്ചു. അങ്ങയുടെ ഭക്തന്മാർ ഏത് യോനിയിൽ ജനിച്ചാലും അവർക്ക് ഉത്കൃഷ്ടം സംഭവിക്കും എന്ന് കഥ. ആർക്കാണ്? അങ്ങയുടെ ഏത് ഭക്തന്മാർക്കാണ് ഉത്കൃഷ്ട സംഭവിക്കാത്തത് അല്ലെങ്കിൽ ഉത്കൃഷ്ടം ഭവിക്കാത്തത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്കൃഷ്ടം ഭവിക്കും ഭക്തന്മാർക്ക് എന്നർത്ഥം. സ്വേനസ്തേംനാ ദിവ്യദേശത്വശക്ത്യാ
സോയം ഖേദാൻ അപ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ കർമ്മദാന്ത സരസ്യാം യൂതൈസാർത്ഥം ത്വൽപ്രണുന്നോ വിരേമേ. ശൈലപ്രാന്തം താഴ്വാരം, ശൈല ആ ചുറ്റുപാട് എന്നൊക്കെ അർത്ഥം. ഘർമ്മം എന്ന് പറഞ്ഞാൽ ചൂട്, ഉഷ്ണം, താന്തം തളർച്ച, സരസ് തടാകം, യൂഥ എന്ന് പറയുന്ന സമൂഹം, ആന സമൂഹം, സാർത്ഥം കൂടെ, പ്രണുന്നഹ പ്രണുന്നഹ പ്രേരണ, അഭിരേമേ അഭിരേമേ രമിച്ചുവാണ്. അപ്പം മറ്റൊരു ജന്തുവിനും സാധാരണയായി ഇല്ലാത്ത ബലം കൊണ്ടും ആ ദിവ്യദേശത്തിൻ്റെ മാഹാത്മ്യം കൊണ്ടും തന്നേക്കാൾ ബലം കൂടിയ സത്വങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളെ ഗജേന്ദ്രൻ അറിഞ്ഞതേയില്ല. ഭവൽ പ്രേരണയാൽ ഒരിക്കൽ ഗ്രീഷ്മകാലത്തെ വെയിൽ കൊണ്ട് തളർന്ന ഗജേന്ദ്രൻ ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഋതുമത്ത് എന്ന പേരായ ഉദ്യാനത്തിൽ, അവിടെ ഒരു തടാകമുണ്ട്, ഒരു സരസ്സുണ്ടായിരുന്നു. ആ തടാകത്തിൽ കൂട്ടുകാരായ ഗജസമൂഹത്തോടുകൂടി ഇറങ്ങിക്കളിച്ചു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം നമ്മൾ കഥ ഇനി മുമ്പോട്ട് പോവല്ലേ, അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ പറയും. അതുവരേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ നാരായണായ. ഈ 4 ശ്ലോകങ്ങളും ഇപ്പം 4 ശ്ലോകം കഴിഞ്ഞു. ഈ അടുത്ത 2, 3, 4 ശ്ലോകങ്ങൾ ചൊല്ലിയിടുക, നല്ലതുപോലെ കേട്ട് പഠിച്ചതിന് ശേഷം. ഹരി ഓം.